നമസ്കാരം കൂട്ടുകാരെ. ഈ കച്ചമുറുക്കി പാപ്പിയും അവൻ്റെ അച്ചായിയും അംഗത്തിന് പോകുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഇതൊരു അവസാനമാണ്. നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനം. ഞങ്ങൾ കുതിരയെ വലിക്കാൻ പോവാണ്. ഇത് കൈതതെക്കിൻ്റെ കുതിരയാണ്. ചുറ്റുളകരയിലെ മൂന്നാമത്തെ കരയാണ് കൈതതെക്ക്. കുതിരയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇത് കുംഭഭരണി ദിവസമാണ്. ചുറ്റുളങ്ങര അമ്മയുടെ തിരുനാളാണിന്ന്. 13 കരകളാണ് ചുറ്റുളങ്ങരയിലുള്ളത്. ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും 13 കരകളിൽ നിന്നും വിവിധ തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ അണിനിരക്കും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ്. അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ വടത്തേലൊന്ന് പിടിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കുതിര ചുറ്റുളങ്ങര അമ്മയുടെ തിരുനാൾ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങുകയാണ്. കുട്ടികളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ അമ്മമാരും മുതിർന്നവരും എല്ലാം കൂടെ തന്നെയുണ്ട്. ഇതൊരു നാടിൻ്റെ മൊത്തം ആവേശമാണ്. അവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാരും ഇതിനകത്ത് അണിനിരക്കും. നോക്കിക്കേ, എന്ത് ഭംഗിയാണ് കുതിര കാണാൻ. അങ്ങനെ നമ്മുടെ കുതിര അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. വന്നാലുടനെ നമുക്ക് നടയിലോട്ട് പോയി കാണാനൊന്നും പറ്റില്ല കേട്ടോ. അതിന് ഒരു ക്രമമുണ്ട്. 1ാം കരയായിട്ടുള്ള ഈരേഴ് ആദ്യ ദർശനം നടത്തണം. പിന്നീട് 2ാം കരയായിട്ടുള്ള ഈരേഴ് വടക്ക്. അതും കഴിഞ്ഞാണ് 3ാം കരയായിട്ടുള്ള കൈതതെക്കിൻ്റെ സ്ഥാനം. അങ്ങനെ നമുക്കും ദർശനമൊക്കെ കിട്ടി. കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കരകളോടൊപ്പം നമ്മുടെ കുതിരയും സ്ഥാനം പിടിച്ചു. കുട്ടികൾ അതിൻ്റെ തണ്ടയിലൊക്കെ കയറിയിരുന്ന് ആവേശം പങ്കുവയ്ക്കുകയാണ്. നാളെയുടെ പ്രതീക്ഷകളാണ് അവർ. അടുത്ത കാലഘട്ടങ്ങളിൽ അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. ചുറ്റുളങ്ങരയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ട തലമുറയാണിത്. കാഴ്ചക്കണ്ടത്തിലെ മുഴുവൻ കെട്ടുകാഴ്ചയിൽ നിറഞ്ഞപ്പോഴത്തേക്കും സമയം 2:12. 13 കരകളിലെയും കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്ന് കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ പ്രദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും പോലും ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പരിഗണനയിലുള്ള ചുറ്റുകുളങ്ങര കുംഭഭരണിയും ഇവിടുത്തെ കെട്ടുകാഴ്ചകളും ലോകപ്രസിദ്ധമാണ്. പാപ്പി എൻ്റെ തോളിലിരുന്നിങ്ങനെ കുംഭഭരണി വിശേഷങ്ങൾ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ഓർക്കുന്നത്. കുംഭഭരണിക്ക് അണിനിരുന്ന കുതിര പിറ്റേ ദിവസം തിരിച്ച് കുതിരമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പ്.